സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത വചനം എബ്രായർ 10-ാം അധ്യായം 14-ാം വാക്യം. എബ്രായർ 10:14. ഏക യാഗത്താൽ അവൻ അഥവാ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 10:14 യേശുനാഥൻ അർപ്പിച്ച കാൽവരി യാഗത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരേ ഒരു യാഗം എന്നാണ് ഈ വാക്യത്തിൻ്റെ ആരംഭ പദത്തിലെ അർത്ഥം. മുമ്പ് അഥവാ പണ്ട് വളരെയധികം യാഗങ്ങൾ മാനവ രക്ഷയ്ക്കായി നിർദ്ദേശിച്ചിരുന്നു. അതിൽ ഒരു പരിധിവരെ മനുഷ്യന് സാധിക്കാത്ത പല കാഠിന്യമേറിയ നിയമാവലികളും ഉണ്ടായിരുന്നു. ഈ വിധത്തിലുള്ള യാഗങ്ങൾ പുരാതന കാലം മുതൽക്കേ ലോകത്തിൽ നിലനിന്നിരുന്നു. യാഗങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ മനുഷ്യന് സാധിക്കുമെന്ന് കരുതിയിരുന്നു. എല്ലാ യാഗങ്ങളും ക്രിസ്തു അർപ്പിച്ച കാൽവരി യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു. അനേക യാഗങ്ങളുണ്ടായിരുന്നു. പാപയാഗമായി, അകൃത്യയാഗമായി, ഹോമയാഗമായി, ഇങ്ങനെ പല പേരുകളിൽ പല തരത്തിലുള്ള യാഗങ്ങൾ അഥവാ ബലികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും പാപമോചനം സാധ്യമായി തീരുവാനും ജനങ്ങൾ അർപ്പിച്ചിരുന്നു. എന്നാൽ ആ യാഗങ്ങൾക്ക്, ആ ബലികൾക്ക് മാനവരക്ഷ സാധ്യമാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പ്രത്യുത ആ യാഗങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷം യേശുനാഥൻ ഈ ലോകത്തിൽ വന്ന് അർപ്പിക്കുവാനിരുന്ന യാഗ സൂചനയായിരുന്നു. ആ യാഗ സൂചനയുടെ നിവർത്തിയാണ് നാം യേശുനാഥൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ കാണുന്നത്. ഇവിടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്, ഏക യാഗത്താൽ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി അഥവാ വീണ്ടെടുപ്പ് വരുത്തിയിരിക്കുന്നുവെന്ന്. നമുക്ക് ഈ സൽഗുണപൂർത്തി അഥവാ വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഇത് സാധ്യമാക്കി തീർത്തത് യേശുനാഥനാണ്. ആ യേശുനാഥൻ കാൽവരിയിൽ അർപ്പിച്ച ആ പരമയാഗത്തിലൂടെ വിശ്വസിക്കുന്ന എല്ലാ പേർക്കും വിശുദ്ധീകരണം സൗജന്യമായി നൽകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ആകെയുള്ള ഒരു വ്യവസ്ഥ എന്തെന്നാൽ
അത് യേശുവിൻ്റെ ഏകയാഗത്തിലുള്ള വിശ്വാസം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, അവൻ അഥവാ യേശു വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് എന്ന്. അതെ, വിശ്വസിക്കുന്നവർക്കാണ് വിശുദ്ധീകരിക്കപ്പെടുവാൻ സാധിക്കുക. ആമേൻ, ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ലവേ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഉള്ളിൽ കുടുങ്ങി തേങ്ങരയും ഒരു പാവമാണേ ഞാൻ, എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം.